നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു വരാനും പാർട്ടിക്കകത്ത് കളമറിയാനും വേണ്ടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പഴയ കോൺഗ്രസിന്റെ തീപ്പൊരി ഭഗീരഥ പ്രയത്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2-3 ഐഡിയകളാണ് നിലവിൽ അദ്ദേഹം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നതാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടത്. അതായത് മലയാളത്തിലെ ഒരു സ്വകാര്യ ചാനലിൽ അദ്ദേഹം കൊടുത്ത ഒരു അഭിമുഖം. അദ്ദേഹം കൊടുത്തത് എന്ന് പറയുന്നതിനേക്കാൾ പണം കൊടുത്ത് തരപ്പെടുത്തിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത് എന്ന് നമുക്കറിയാം. അതിനകത്ത് തന്നെ സ്വയം വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഭഗീരഥ യത്നം നടത്തുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ കണ്ടത്. ഇനി അദ്ദേഹം പയറ്റുന്ന രണ്ടാമത്തെ ഒരു ഐഡിയ അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത് തനിക്കെതിരെ ചില വ്യാജ പരാതികൾ ഒപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. തൻ്റെ അനുയായി വൃന്ദത്തിൽപ്പെട്ട പെൺകുട്ടികളെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടം തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഗർഭിണിയാക്കി, ഗർഭചിത്രം നടത്താൻ വേണ്ടി നിർബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്വന്തം അനുയായികളായ പെൺകുട്ടികളെ കൊണ്ട് തന്നെ പരാതി കൊടുപ്പിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് ആർക്കും പരാതി കൊടുക്കാം. ഒരു വെള്ളക്കടലാസും ഒരു പേനയും ഉണ്ടെങ്കിൽ എന്ത് എഴുതി ആർക്കെതിരെയും പരാതി കൊടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഈ പരാതികളെ കുറിച്ച് പോലീസ് അന്വേഷിക്കും. അന്വേഷണത്തിൽ ഈ പരാതികളൊക്കെ വ്യാജമാണ് എന്ന് തെളിയുകയും അങ്ങനെ തനിക്കെതിരെ മുമ്പ് യഥാർത്ഥത്തിൽ പരാതിയുമായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടികൾ കൊടുത്ത പരാതികളൊക്കെ വ്യാജമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കും. അതിനുള്ള ഒരു ശ്രമമാണ് തൻ്റെ PR പ്രവർത്തകരെ ഉപയോഗിച്ച്, തൻ്റെ അനുയായികളായ പെൺകുട്ടികളെ ഉപയോഗിച്ച് നടത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത്. ഇനി മൂന്നാമത്തേതാണ് ഏറ്റവും ഗൗരവമായ പ്രശ്നം എന്ന് പറയുന്നത്. അത് നിലവിൽ യഥാർത്ഥ പരാതിയുമായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടികൾക്കെതിരെ അങ്ങോട്ട് പരാതി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് വാദിയെ പ്രീതിയാക്കുക എന്നൊരു പരിപാടി. അപ്പോൾ വളരെ സുമകനും സുന്ദരനും സുശീലനും സരസ്വഭാവിയുമായ ഈ ചെറുപ്പക്കാരന്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വെറുതെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പെൺകുട്ടികൾ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും പലതും പറഞ്ഞ് പെൺകുട്ടികൾ അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുകയും വീട്ടിലേക്കും ലോഡ്ജിലേക്കും ഒക്കെ ക്ഷണിച്ചു വരുത്തി അവരെ കൊണ്ട് പീഡനം നടത്തിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ രാഹുൽ മാങ്കൂട്ടത്തിലെ അങ്ങോട്ട് കയറി ബലാത്സംഗം ചെയ്തു എന്ന തരത്തിലാണ് ഇവർ കാര്യങ്ങൾ ചിത്രീകരിക്കുന്നത്. അങ്ങനെ തന്നെ പ്രലോഭിപ്പിച്ച ഈ കണ്ട പ്രവൃത്തികളൊക്കെ ചെയ്യിപ്പിച്ചു. ഒടുവിൽ പ്രശ്നമായപ്പോൾ അവർ തനിക്കെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ സൈബർ ഗുണ്ടകളും ഒക്കെ കൂടി ഈ ഇരകളെ, അതിജീവിതകളെ അതിനിശിതമായിട്ട് വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നവും പറഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളുമൊക്കെ ഈ പെൺകുട്ടികൾക്കെതിരെ കേസ് കൊടുത്ത് വാദിയെ പ്രതിയാക്കുന്ന ഒരു ആശയമാണ് ഇപ്പോൾ ഇയാളും ഇയാളുടെ കൂട്ടുകാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വാദിയെ പ്രതിയാക്കുക, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, ഇങ്ങനെയുള്ള പല കുനിശിത ശ്രമങ്ങളും നടത്തിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുമോ അംഗീകരിക്കാതിരിക്കുമോ അത് നമുക്കറിയില്ല. കാരണം ഇപ്പോഴും കോൺഗ്രസിനകത്ത് ഇയാളെ പിന്തുണക്കുന്നവരുമുണ്ട്, ഇയാളെ എതിർക്കുന്നവരുമുണ്ട്. പക്ഷെ ഇയാളെ തള്ളിക്കളയാൻ പറ്റാത്ത തരത്തിൽ ഗതികെട്ടുപോയ നേതാക്കന്മാരുമുണ്ട്. കാരണം രാഹുലിനെ പോലെ പല ദുശീലങ്ങളുമുള്ള നേതാക്കന്മാർ അതിനകത്ത് ഇഷ്ടം പോലെയുണ്ട്. അതിൻ്റെ രേഖകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. ഇതൊക്കെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ പാർട്ടിക്ക് വലിയ ക്ഷീണം ചെയ്യും എന്നുള്ളത് കൊണ്ട് നിവൃത്തിയില്ലാതെ ഇയാളെ പേര് നടക്കാൻ തയ്യാറാകുന്നവരുമുണ്ട്. ഏതായാലും ഇവിടെ ആരുടെ ആശയമാണ് വിജയിക്കുക എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. രാഹുൽ മാങ്കൂട്ടം ഉദ്ദേശിച്ച തരത്തിൽ കാര്യങ്ങൾ ചെന്നെത്തിയാൽ അയാൾ പാർട്ടിയിലേക്ക് തിരിച്ചു വരാനും പാലക്കാടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിലോ മത്സരിക്കാനുള്ള സാധ്യത വരെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.